തക്കുടു പണ്ടേ ഉള്ളതാ. നമ്മള് പരസ്പരം കല്യാണം കഴിഞ്ഞപ്പോ അങ്ങോട്ടും കൂടെ തക്കുടു വിളി ഉണ്ടായിരുന്നു. വാവ ആക്ച്വലി ഉണ്ടായിരുന്നു. എന്റെ ഫോണില് തക്കുടുവിന്റെ പേര് ഇപ്പോഴും വാവാന്നാ കിടക്കുന്നത്. ഫസ്റ്റ് വാവയാണ്, അത് കഴിഞ്ഞാൽ ഇവര് തക്കുടുവായത്. നന്ദി ഉണ്ട് കേട്ടോ. അല്ല, തക്കുടുവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തക്കുടുന്നാണ് വിളിക്കുന്നത്. തങ്കമ്മ എന്നുള്ളത് ആക്ച്വലി ഈ ബിബിൻ ജസ്ന എന്ന് പറഞ്ഞ വേറൊരു ഇൻഫ്ലുവൻസർ ടീമുണ്ട് മലയാളത്തിൽ. അപ്പോൾ അതിൽ ബിബിനാണ് ഇവളെ തങ്കമ്മ എന്നങ്ങ് വിളിച്ചത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ നമ്മൾ അത് ആ പേരും കടന്നു. തങ്കമ്മ ഇല്ല, ഇവള് ഞാൻ വിളിക്കാറേ ഇല്ല. വീട്ടിലെ തങ്കമ്മ എന്നുള്ള വിളിയൊന്നും. അതിങ്ങനെ ആരോ വിളിച്ചു, പിന്നെ അത് തങ്കമ്മ എന്നൊരിതായി. നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പോൾ നമ്മുടെ റിയൽ പേരൊന്നും ഇടുന്ന നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അത് ഫേമസ് ആക്കണമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. ഇനോ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഫേസ്ബുക്ക് ഒക്കെ പഴയതായി, ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഓൾഡ് പീപ്പിൾ ആണ്, ന്യൂ പീപ്പിൾ അല്ല, ന്യൂജനിലെല്ലാം ഇൻസ്റ്റയിലാണ്. അപ്പം ഞാൻ റിയലി എന്നാൽ നമുക്ക് ഇൻസ്റ്റയിൽ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ആക്ച്വലി നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ അക്കൗണ്ട് ആയിരുന്നു. അതിന് എൻ്റെ ഹാൻഡിലായിരുന്നു ഈ മല്ലു ഗോമസ് എന്ന പേര് ഞാനായിരുന്നു ഇട്ടിരുന്നത്. നിന്റെ വേറെ ഏതാണ്ട് വേറെ ആയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ കണ്ടായിരുന്നു. ഡൂഡ് ഫ്രം ടാങ്കി എന്ന് പറയുന്നത്. ടാങ്കി നമ്മൾ വരുന്ന സ്ഥലമാണ്, തങ്കശ്ശേരി, കൊല്ലം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു റീല് ഫേമസ് ആയി. ഈ കുട്ടിനേക്കർ ആദ്യം ഇറങ്ങി, അത് ഫേമസ് ആയപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഇത് ഒരുമിച്ചാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് ഒറ്റ പ്രൊഫൈലാക്കി, ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് രണ്ടിലും പോസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കിട്ടാൻ അതൊരു ഐഡിയ, അത് വളരെ സ്പോണ്ടേനിയസ് ആയിരുന്നു. അത് ഐഡിയ ആയിരുന്നില്ല. അത് ആക്ച്വലി നമ്മൾ ചില ദിവസം ഇപ്പം ഈ കടന്നു ഷൂട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഉടുക്കാനോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കിടക്കുമ്പോൾ ചുമ്മാ കയ്യിൽ ക്യാമറ എടുത്ത് പിടിക്കും. സോ ജസ്റ്റ് ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ സ്പാർക്ക് ആയി കഴിഞ്ഞാൽ അതൊരു റീലാക്കാൻ പറ്റുമായിരിക്കും. അല്ല, നമ്മൾ അങ്ങനത്തെ കിടപ്പല്ല ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, നമ്മുടെ പ്രൊഫൈല് കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല അത് കുറച്ച് റിസ്കി ആന്ന് പലരും പറയാറുണ്ട്. വീട്ടുകാരുടെ അടുത്തില്ലാത്തപ്പോഴാണ് നമ്മൾ നിങ്ങളുടെ പ്രൊഫൈല് നോക്കുന്നത്. അത് വേറെ സംഭവം. ഈ ഫേക്കന്മാരുടെ നമുക്ക് കുറെ ഫേക്കന്മാരുണ്ടല്ലോ. ഈ നമുക്ക് കമന്റ് ഇടുന്ന ഈ ഒരു ലൈസൻസ് ഇല്ലാത്ത കമന്റ് ഇടുന്ന ആൾക്കാർ കൂടുതൽ ഫേക്ക് ഐ ഡി ആണ്. അതിൽ അപ്പം ഞാൻ മിക്കവാറും ചില ഫേക്ക് ഐഡീസ് നമ്മൾ ചാറ്റ് ചെയ്യും. അപ്പം ഞാൻ പറയാം, നീൻ്റെ ഷോ മീ യുവർ റിയൽ ഫേസ്. അപ്പോൾ അവർ അയച്ചു തരും. അണ്ണാ പണി തരല്ലേ? പറയാം, ഇല്ലില്ല, നീ അയക്ക്. അപ്പോൾ കുറേ ആൾക്ക് ഫേക്സിനെ നമുക്ക് അറിയാം ആരാന്നുള്ളത്, നമുക്കൊരു ഐഡിയ ഉണ്ട് ഈ ഫേക്ക്. അപ്പം ചോദ്യം അതായിരുന്നു. അപ്പം ഈ ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്തൊരു ഐഡിയ അല്ല. ഓട്ടോമാറ്റിക്കലി ഈ കടി വന്ന് കടിക്ക് ശേഷം ഇവൾ ഈ മ്യൂസിക് ഇടുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല. അപ്പം ഞാൻ അറിയാതെ പറഞ്ഞപ്പം ഇവൾ ഓട്ടോമാറ്റിക്കലി ചിങ് 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 ഇട്ടുപോയതാണ്. നമ്മൾ പ്ലാൻ ചെയ്തത് കണ്ടന്റ് അല്ല. നമ്മൾ മിക്കപ്പോഴും ഇതേപോലെ എപ്പോൾ റീല് ഷൂട്ട് ചെയ്യും, കുറേ കാലമായി കണ്ടിട്ടുണ്ട് ഇട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് ടയേർഡായിരിക്കും. അപ്പോൾ ഇതേപോലെ ചുമ്മാ ഫോൺ എടുത്ത് കൈ പിടിച്ചിട്ട് ഇരിക്കണായിരിക്കും. അപ്പോൾ അറിയാണ്ട് ഞാൻ പിടിച്ച് കടിച്ചു. ശരി, അതൊരു ആവ് പറഞ്ഞു. അപ്പം ഞാൻ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആ മ്യൂസിക് കിട്ടും. അപ്പം വിചാരിച്ചു ഇത് കൊള്ളാലോ, അങ്ങനെ ഇട്ടതാണ്. കടിക്കാൻ പറ്റില്ല. അതല്ലേ, അതുകൊണ്ട് ചാലഞ്ച് കൊടുക്കണൊക്കെ സൂക്ഷിച്ചു വേണം. പുള്ളി അത് ഏറ്റെടുക്കും, എന്ത് കൊടുത്താലും ഏറ്റെടുക്കും. ഇപ്പൊ പക്ഷേ ശബ്ദം പോയിരിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ കടിക്കണം. എന്റെ ലിപ്സ്റ്റിക് പോകും. ലിപ്സ്റ്റിക്കിൽ തൊട്ടുള്ള കളിയില്ല. ഓക്കെ, കടിക്കാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആലോചിച്ച ഒരു സംഭവമല്ലായിരുന്നു. അത് ഞാൻ ഇവളെന്നെ കടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ചിങ് ചിങ് ചെയ്യുന്ന ഒരു പിടിയില്ലായിരുന്നു. അതങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് ഇടുന്ന സമയത്ത് ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത്. അതൊരു നമ്മുടെ യൂഷ്വലി ഇടുന്ന ഒരു കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാന്നൊരു ഫീലിംഗ് ഉള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് കത്തിക്കറി പോയി. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒന്നിൽ പ്ലാനിങ് അതിൻ്റെ, അല്ലെങ്കിൽ നമ്മളത് ഒരു വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വീഡിയോ ക്വാളിറ്റി ആയിരിക്കും. കാരണം ഇതൊക്കെ ലൈറ്റിംഗ് ഒക്കെ മോശമായിരുന്നു ആ വീഡിയോക്കകത്ത്. ശ്രദ്ധിക്കാറുണ്ട്, കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഗ്രെയിനി ആ വീഡിയോ കണ്ടറിയാം. നമ്മൾ ജസ്റ്റ് ചുമ്മാ ആക്ച്വലി ഒരു പഴയ ഐഫോൺ എടുത്ത് പിടിച്ചൊരു സംഭവം. അപ്പം അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര വികാരജീവികളായിട്ട് രണ്ട് മനുഷ്യന്മാരാണ് ആളുകൾക്ക് പൊതുവിൽ ഒരു ധാരണയുണ്ട്. അതിൽ എത്രമാത്രം ശരിയുണ്ട്? എൻ്റെ കാര്യത്തിൽ അത് 100% ശരിയാണ്. നിന്റെ കാര്യത്തിൽ നീ എന്ത് പറയും? ഒരു 80% വികാരജീവിയാണ്. ഈ ആളുകളുടെ സംസാരം അല്ലെങ്കിൽ ആളുകളുടെ നിങ്ങൾക്ക് കാണുമ്പോഴുള്ള അപ്രോച്ച് ഉണ്ടല്ലോ,
അതായത് നിങ്ങൾ മോശമായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നല്ല, നിങ്ങൾ ഭയങ്കര അങ്ങനെ ലവിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കപ്പിളാണ്, അങ്ങനെ വന്നിട്ടൊക്കെ ആളുകൾ മെസ്സേജ് അയക്കി സംസാരിക്കുകയൊക്കെ ഓ യാ, അത് ഒത്തിരി പേര് പറയാറുണ്ട്, നമ്മളെ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് കുറേ പേര് വന്ന് ഇപ്പോൾ നമ്മൾ മാരീഡ് ആയിട്ട് 13 years ആയി, ഈവൻ ആഫ്റ്റർ 13 years നമുക്ക് അങ്ങനെ ഒരു ഇപ്പോഴും ആ ഒരു എഫെക്ഷൻ, ഒരു സ്പാർക്ക് ഉള്ളത് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതെനിക്കൂടെ നമ്മുടെ രണ്ടുപേരും പേഴ്സണാലിറ്റിയുടെയാണ്. ഇപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിലും വി റിയലി ഗോട്ട് ലക്കി എന്ന് ഞാൻ പറയത്തുള്ളൂ, അങ്ങനെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക, ആ ഒരു വൈബ് സെയിമായി വരാനായിട്ട്. അപ്പോൾ ആ ഒരു സ്പാർക്ക് ഇപ്പോഴും ആഫ്റ്റർ 13 years ഉള്ളത്, ഇറ്റ് ഈസ് അമേസിങ്. അത് ആക്ച്വലി നമുക്ക് കുറേ ആൾക്കാർ ഡീമോ അയക്കാറുണ്ട്, നിങ്ങളെപ്പോലെ ജീവിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമൂഹം അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എങ്ങനെയാണ് ഹൗ ഡു യു മെയിൻറ്റെയിൻ യുവർ സ്പാർക്ക് ഒക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാരുടെ നമ്മുടെ അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാനും ആൾക്കാരുടെ കാഴ്ചപ്പാട് അറിയാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീ നിലനിർത്തുന്ന ഒരു എഫർട്ട് ഉണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന്. ഒന്ന് എനിക്ക് തോന്നുന്നു ജനറ്റിക്സ് ആണ് ഒരു ഭാഗം, മറ്റത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഇപ്പോൾ നമ്മുടെ സെക്ഷൽ ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ നിലനിർത്തണം. അപ്പോൾ അതിന് നമ്മുടെ ഫിസിക് ആണെങ്കിലും ആ ഒരു ആഗ്രഹമാണെങ്കിലും അവളുടെ ഫിസിക് ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ടി വരും. അതിനേക്കാളും വൈ നോട്ട് ബിറ്റ്വീൻ യുവർ പാർട്ട്ണർ ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ് ആൻഡ് ട്രൈ ടു കീപ് ഇറ്റ് ഹെൽത്തി ആൻഡ് സ്പൈസി. അല്ല, അത് നാച്ചുറൽ അല്ലേ. നമ്മളിപ്പം നമ്മൾ പറയുന്നതിനകത്തൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള മോശമായിട്ടുള്ള കാര്യമില്ലല്ലോ, എസ്പെഷ്യലി ബിറ്റ്വീൻ എ കപ്പിൾ. തുടക്കത്തിൽ നമ്മളോട് തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ നമ്മുടെ പേരൻസിനെ അങ്ങനെ ഉമ്മ വെച്ചോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് അവരുടെ ഒരു ജനറേഷൻ ആയിരുന്നു, യുനോ. ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ ഒബ്വിയസ്ലി അങ്ങനെ പബ്ലിക്, ഐ മീൻ വീട്ടിലാണെങ്കിലും നമ്മൾ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ പിള്ളേർ കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദാറ്റ് സ്പാർക്ക് അല്ലേ. ഞാൻ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്പാർക്ക് ഉണ്ടാവുമല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡെഫിനറ്റ്ലി ദാറ്റ് ഹെൽപ്സ്. ഇപ്പം നമ്മുടെ അങ്കരാവണ്യം പാട്ടുണ്ടല്ലോ, ആ പാട്ടിന്റെ ഇതിന് വേണ്ടിട്ട് ജിയുടെ പിന്നിലടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ അത് ആ ഒറിജിനൽ വേർഷൻ അത്ര തന്നെ ഇപ്പൊ വ്യൂ ആയിട്ടുണ്ട് എന്റെ ബ്ലൂപ്പേഴ്സ്. ഇത് ശരിക്കും എന്താ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്, ഇതെന്തായിരിക്കും ബ്ലൂപ്പേഴ്സ്? ആ റീൽ ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോ ഞാൻ എന്തിനോ ദേഷ്യപ്പെട്ട് അടി കൂടിയിരിക്കുകയായിരുന്നു. ഈ റീൽ എടുക്കാൻ തുടങ്ങുമ്പോൾ മിക്കപ്പോഴും അങ്ങോട്ട് കൂടെ അടി കൂടും, കാരണം എൻ്റെ ഐഡിയ ആയിരിക്കില്ല അവൻ്റെ ഐഡിയ. അപ്പോൾ അന്ന് ഞാൻ അടി കൂടിയത് എന്നോട് പറഞ്ഞിട്ട് നീ ഇത് മുഖത്ത് എക്സ്പ്രഷൻ വരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അറിയാണ്ടെങ്കിൽ ചിരിച്ചു പോയി. അപ്പൊ അങ്ങനെയാണ് ഈ കുറെ പറഞ്ഞപ്പോഴല്ല അടിയുടെ ആഘാതത്തെ ചിരിച്ചു പോയതാണ്. ശരിക്കും നമ്മൾ ഈ പറഞ്ഞ വഴക്ക് കൂടി നിന്നിട്ട് നല്ലോണം കിട്ടിയപ്പോഴത്തേക്ക് അറിയാതെ ചിരിച്ചു പോയി. അങ്ങനെ ആ ചിരി വന്നത്. മുഖത്ത് അങ്ങനെ ഇന്റിമസി ആയിട്ടുള്ള ഭാവം വരണം, അങ്ങനത്തെ ഒരു സെഡ്യൂസിങ് ആയിട്ടുള്ള ഭാവം വരണം. ഇത് നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് നാച്ചുറലി ഫസ്റ്റ് ആയിട്ട് റീൽ എടുക്കുമ്പോഴേ വന്നു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു ഇവളുടെ ഭാഗത്ത് നിന്ന് എഫർട്ട് എടുക്കണം. ഒരു സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഹിസ് ഓൾവേസ് കൺസേൺഡ്, ആരെങ്കിലും ഇത് പറയുമോ, എന്ത് പറയും. അപ്പോൾ അതുകൊണ്ട് സെഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇമോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ഇനിവേഷൻ ആണ് ഇപ്പോഴും. അത് മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇവളെ കുറച്ച് ട്രൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു എനിക്ക് എത്ര പാടില്ലെന്ന് തോന്നുന്നു ഒരു, അല്ലെങ്കിൽ അതായിരിക്കും സ്ഥായിയായ ഭാവം.